ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പേജിലേക്ക് വന്ന് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യണേ. അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് ആ ക്യാരക്ടർ മാപ്പ് എടുത്തതിന് ശേഷം ഇവിടെ ഫോണ്ട് സൈസൊക്കെ ഒന്ന് ചെറുതാക്കി നമുക്ക് ഇവിടെ നിന്ന് ഓരോന്നായിട്ട് ഓരോ വരികളും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫോണ്ട് സൈസ് ചെറുതാക്കി ഇതിനകത്ത് നിർത്തിയതിന് ശേഷം തൽക്കാലം ഇതിനകത്ത് ഓരോന്നായിട്ട് നിർത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഈ പുളിമാത്ത് യൂണിറ്റ് സമ്മേളനം എന്നുള്ളത് മാത്രം കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു. അതിനുശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഞാൻ അത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ മെയിൻ മാറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അല്പം ഒന്ന് വലുതാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ഇതിനെയും എന്നിട്ട് ഈ യൂണിറ്റ് എന്നുള്ളത് ഈ രണ്ട് വരി യൂണിറ്റ് സമ്മേളനം എന്നുള്ളത് ഞാൻ കട്ട് ചെയ്തു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സമ്മേളനം എന്നുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് കട്ട് ചെയ്തു, അതും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സ്ക്രൈബ് ML വേണാട് എന്നൊരു ഫോണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ സ്ക്രൈബ് ML വേണാട് എന്നൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. വേണാട് പ്ലെയിൻ റെഗുലർ, ഓക്കെ, അല്ലെങ്കിൽ വേണാട് റെഗുലർ, ഇത് രണ്ടിലേതാണെങ്കിലും കൊടുക്കാം. ഇപ്പം ഞാനത് വേണാട് റെഗുലർ എന്ന ഫോണ്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് അല്പം വലുതാക്കി കൊടുക്കുകയാണ്. ഈ വരികൾക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ഞാനൊരു -40 കൊടുത്തൊന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ഫോണ്ട് തന്നെ നമുക്ക് പുളിമാത്ത് എന്നുള്ളതിനും കൊടുക്കാം. അപ്പോൾ പുളിമാത്ത് എന്നുള്ളതിനും അതേ സ്ക്രൈബ് ML വേണാട് റെഗുലർ എന്ന ഫോണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈസ് അല്പം വലുതാക്കിയതിന് ശേഷം ആ ലെറ്ററുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് -40 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം ഈ യൂണിറ്റ് എന്നുള്ളതിനെ നമുക്ക് ഫോണ്ട് മാറ്റണം. യൂണിറ്റ് എന്നുള്ളതിന് ഞാൻ തൽക്കാലം K0 വീരാൻകുട്ടി എന്നൊരു സെമി ബോൾഡ് ഫോണ്ട് കൊടുക്കുന്നുണ്ട്. അല്പം കൂടി സൈസ് ചെറുതാക്കി വെച്ചു. ഓക്കെ, ഈ പുളിമാത്ത് എന്നുള്ള സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയാണ്. ഓക്കെ, ഇപ്പോൾ സമ്മേളനം പുളിമാത്ത് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് വലുതായിട്ട് നിൽക്കുകയുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു മൂല പിടിച്ച് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമ്മേളനം എന്നുള്ളതും യൂണിറ്റ് എന്നുള്ളതിനും നിർത്തിയിട്ട് ഈ യൂണിറ്റ് എന്നുള്ളത് നമുക്കൊരു ചെറിയ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ മാർക്കറ്റുകൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചതിന് ശേഷം ലെയർ എടുക്കുന്നു. ലെയറിൽ പുതിയൊരു ലെയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ തൽക്കാലം നമുക്കൊരു കളറ് കൊടുക്കാം. റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ കൊടുത്തു. ഓക്കെ, റെഡ് കളർ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇപ്പോൾ കൊടുത്ത ബോക്സ് ആ ലെറ്ററിൻ്റെ അടിയിലത്തെ ലെയറായിട്ട് കിട്ടും. ഓക്കെ, ഈ യൂണിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് കൺട്രോൾ പ്ലസ് ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് യൂണിറ്റ് എന്നുള്ളതിനും അതിന് താഴെയുള്ള ഈ ഒരു ബോക്സ്, ഈ റെഡ് ബോക്സിനും സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ഷൻ കിട്ടും. രണ്ടും കൂടി ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ഞാൻ ഈ സമ്മേളനത്തിന് മുകളിലേക്ക് കൊണ്ടുവയ്ക്കണം. സമ്മേളനത്തിന് മുകളിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് നമുക്കിവിടെ ലെയറിൽ നിന്നും ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. മുകളിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഈ ബോക്സ് സെലക്ട് ചെയ്ത് കൺട്രോൾ കീ കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കിയാണ്. അല്പം കൂടി ബോക്സ് ഒന്ന് ചെറുതാക്കി വെച്ചു. പുളിമാത്ത് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു. ഇനി യൂണിറ്റ് എന്നുള്ളത് ഞാൻ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് അല്പം ഒന്ന് ചരിച്ച് അതിനകത്ത് നിർത്തുകയാണ്. ഓക്കെ, അല്പം ഒന്ന് ചരിച്ച് കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചു. പുളിമാത്ത് എന്നുള്ളത് ഇവിടേക്ക് ഞാനിങ്ങനെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാണുന്ന രീതിക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ച് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് പുറത്തു നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പുളിമാത്ത് യൂണിറ്റ് സമ്മേളനം ഇത്രയും സെലക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി കൺട്രോൾ കീ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ രണ്ടിനെയും കൂടി അല്പം ഒന്ന് ചരിച്ച് വെക്കാം. ചരിച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ചരിച്ച് വെക്കാം. ഇപ്പോൾ ഇതിൽ ഈ ഉദ്ഘാടനം കലണ്ടർ പ്രകാശനം രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് ഞാനൊരു 2021 ഡിസൈൻ ചെയ്തൊരു വർക്കാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഡേറ്റ് 2021 ഡിസംബർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പഴയ ഒരു വർക്ക് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉദ്ഘാടനമുണ്ട്, ജിനേഷ് പേരുണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കലണ്ടർ പ്രകാശനം എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ ജിനേഷ് കിളിമാനൂർ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ക്യാരക്ടർ മാപ്പ് എടുക്കാം. അതിനുശേഷം ഇവിടെ ഫോണ്ടിൽ ആപ്പിൾ കാർഡ് വരുന്നതിൽ
ആസിഫ് എന്ന ഒരു ബോൾഡായിട്ടൊരു ഫോണ്ട് ഉണ്ട്, ആ ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. സൈസ് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സൈസ് വലുതാക്കി കൊടുത്തു. അതിനുശേഷം ഇവിടെ AR നിയാസ് എന്നൊരു പേരുണ്ട്, അതിനും നമ്മൾക്ക് ആപ്പിൾ കാർഡിൻ്റെ ആസിഫ് ഉള്ള ബോൾഡ് ഫോണ്ടിന് കൊടുക്കാം. മുകളിൽ കൊടുത്ത അതേ സൈസ് തന്നെ ഒരു 74 ഇട്ട് രണ്ടിനും കൊടുക്കാം. അതിനുശേഷം DYFI ബ്ലോക്ക് സെക്രട്ടറി എന്നുള്ളതിനെ നമുക്കൊന്ന് ചെറുതാക്കി, ഡെസിഗ്നേഷൻ ആയതുകൊണ്ട് അതൊന്ന് ചെറുതാക്കി പേരിൻ്റെ അടിയിൽ നിൽക്കുന്ന രീതിക്ക് ഒതുക്കി നിർത്താം. ഇപ്പോൾ ഇവിടെ സൈസ് 36 ഞാൻ അതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ DYFI ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ളതിനും നമുക്ക് 36 തന്നെ കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം കലണ്ടർ പ്രകാശനം എന്നുള്ളത് നമുക്ക് അല്പം ഒന്ന് ചെറുതാക്കി ഒരു 55 കൊടുക്കാം. അതുപോലെ തന്നെ ഉദ്ഘാടനം എന്നുള്ളതിന്. ഓക്കെ, ഇനി ഈ 2022 കലണ്ടർ പ്രകാശനം എന്നുള്ളത് ഞാൻ ഇത്ര സെലക്ട് ചെയ്ത് Ctrl+X കൊടുത്ത് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ എടുത്തു ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് Alt+Shift പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നീക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോപ്പി അതേ അളവിൽ തന്നെ നമുക്ക് ഇപ്പുറത്ത് കിട്ടും. Alt+Shift പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നീക്കുക. എന്നിട്ട് അത് Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു പേര് അതേ നമുക്ക് കിട്ടും. അപ്പോൾ ജിനേഷ് കിളിമാനൂർ എന്നുള്ളത് നമ്മളിവിടെ സ്പേസ് 62 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AR നിയാസ് എന്നുള്ളതിനും 62 തന്നെ സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് Ctrl+T കൊടുത്ത് രണ്ടും കൂടി ഞാൻ ഒന്നിച്ച് Alt+Shift പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ 2022 കലണ്ടർ പ്രകാശനം, 2021 ഡിസംബറിലെ വർക്ക്, 2022 കലണ്ടർ പ്രകാശനം. ഓക്കെ, ഇതൊരു പഴയ വർക്കാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡേറ്റ് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് മാത്രം ഞാൻ ഡേറ്റിൽ മാത്രം ഡബിൾ ക്ലിക്ക് ചെയ്ത് അന്ന് സെലക്ഷൻ കൊടുത്തു. Ctrl+X അടിച്ച് കട്ട് ചെയ്തതിന് ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്തു. Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞായർ സമയം എന്നുള്ള ഇത്രയും മാത്രം സെലക്ട് ചെയ്ത് Ctrl+X അടിച്ച് കട്ട് ചെയ്തു. അതിനുശേഷം Alt+Shift പ്രസ് ചെയ്തുകൊണ്ട് Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നീക്കി അതിൻ്റെ ഒരു കോപ്പി ഇവിടെ കൊടുത്തു. ഓക്കെ, ഇതിവിടെ ഞാൻ ഇത്രയും കട്ട് ചെയ്തതും താഴേക്ക് വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അലൈൻമെൻറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഈ 26 എന്നുള്ളത് കട്ട് ചെയ്ത് വെച്ചേക്കാം. 21 ഡിസംബർ എന്നുള്ളത് ഞാൻ എൻ്റർ അടിച്ച് താഴേക്ക് ഇറക്കിയതിന് ശേഷം Ctrl+A കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ സെൻറ്റർ അലൈൻമെൻ്റ് ആണ് കിടക്കുന്നത്, അതിനെ ഞാൻ റൈറ്റ് അലൈൻമെൻ്റ് ആക്കി. ഓക്കെ, റൈറ്റ് അലൈൻമെൻ്റ് ആക്കിയതിന് ശേഷം ഈ വരികൾക്കിടയിലുള്ള ഗ്യാപ്പ് ഞാൻ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 62, 50 ആണ് കൊടുത്തേക്കുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ 62, 50 തന്നെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ നീക്കി കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് തൽക്കാലം വരയ്ക്കാം. ഒരു ബോക്സ് വരച്ചതിന് ശേഷം ഈ ഒരു മൂല പിടിച്ച് നമുക്ക് അകത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൂലകൾ മാത്രം ഒരു ഓവൽ ഷേപ്പിൽ കിട്ടും. ഓക്കെ, അതിനുശേഷം Ctrl+Enter കൊടുത്ത് സെലക്ഷൻ കൊടുക്കാം. സെലക്ഷൻ കൊടുത്തതിന് ശേഷം Ctrl+Shift+N പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുക്കാം, അല്ലെങ്കിൽ F7-ലെ ലെയർ എടുക്കാം. പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ അവിടെ ഒരു തൽക്കാലം ഒരു കളർ കൊടുക്കാം. ഇപ്പോൾ ഫോർഗ്രൗണ്ട് കളർ റെഡ് ആയതുകൊണ്ട് ആ ഒരു റെഡ് കളർ ഞാൻ Alt+Delete പ്രസ് ചെയ്തുകൊണ്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ് ഇനി ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ടൂൾ എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. 26 എന്നുള്ളത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 26-നെ ഇവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം Ctrl+A കൊടുത്ത് സെലക്ഷൻ കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് Ctrl+Delete കൊടുത്ത് അതിനെ വൈറ്റ് കളറാക്കാം. ഓക്കെ, Ctrl+Delete കൊടുത്ത് വൈറ്റ് കളറാക്കി Enter കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും ഇപ്പോൾ ഇതിൻ്റെ റെഡിൻ്റെ അടിയിലാണ് 26 എന്നുള്ളത് കിടക്കുന്നത്. അതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് നീക്കിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നീക്കി വയ്ക്കാം. അതിനുശേഷം ടൈപ്പ് ടൂൾ എടുത്ത് സെലക്ട് ചെയ്തു. Ctrl+T കൊടുത്ത് ക്യാരക്ടർ മാപ്പ് എടുത്തതിന് ശേഷം ഇമ്പാക്റ്റ് എന്നൊരു ഫോണ്ട് ഞാനിവിടെ കൊടുത്തു. കുറച്ച് ബോൾഡ് ഫോണ്ടാണ് ഇമ്പാക്റ്റ് വരുന്നത്. ആ ഡേറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബോൾഡ് ഫോണ്ട് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഇതിനകത്തേക്ക് ഒതുക്കി നിർത്താം. ഈ ഞായർ എന്നുള്ളത് ഇങ്ങോട്ട് നീക്കി ഒതുക്കി നിർത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫോണ്ട് കൂടെ മാറ്റി കൊടുക്കാം. ഇപ്പം ഇംഗ്ലീഷ് ഫോണ്ടിൻ്റെ സ്വന്തം മലയാളമാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഗ്യാപ്പ് ഒന്ന് കുറച്ച് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാം. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്നിച്ച് സെലക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇപ്പം മനീഷ് നഗർ പുളിമാത്തം എന്നുള്ളത് അതിനെ Ctrl+A കൊടുത്ത് സെലക്ഷൻ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഫോണ്ട് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ആപ്പിൾ കാർഡ് വരുന്നില്ല, ആരതി റെഗുലർ എന്നൊരു ഫോണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം
ഈ ഡേറ്റ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. F7 എടുത്ത് ലെയർ എടുത്തതിന് ശേഷം ഇപ്പോൾ മൂവ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇത്രയും സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇത് കൊടുത്ത് അതിനെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് ഇങ്ങനെ മുകളിലേക്ക് ചേർത്ത് അതിനോട് ചേർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും നമ്മുടെ മാറ്റർ ഇപ്പോൾ ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മൂവ് ടൂൾ ഉപയോഗിച്ച് വെളിയിൽ നിന്നും ഇത്രയും ഒരുമിച്ച് സെലക്ഷൻ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ താഴേക്ക് കൊണ്ടുവയ്ക്കാം. താഴേക്ക് കൊണ്ടുവച്ച് ഇനി നമുക്ക് പുളിമാത്ത് യൂണിറ്റ് സമ്മേളനം എന്നുള്ളതിനൊക്കെ നമുക്ക് അല്പം കളർ വ്യത്യാസം ബോൾഡൊക്കെ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് അല്പം കൂടി അതിനെ ഒന്ന് ചെറുതാക്കി വലുതാക്കി വെക്കാം. വലുതാക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളിങ്ങനെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, വലുതാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ എ കൊടുത്ത് കോപ്പി ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി അതിനുശേഷം കൺട്രോൾ ടി കൊടുത്തു ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം ഞാൻ അല്പം ഒന്ന് ചരിച്ചെന്ന് വയ്ക്കുകയാണ്. ചരിച്ച് നമ്മുടെ വർക്കിനകത്ത് നിൽക്കുന്ന രീതിക്ക് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഡബിൾ ക്ലിക്ക് കൊടുത്ത് സെലക്ഷൻ കളയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോ കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ചെഗ്വേരയുടെ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് PNG ഫയലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ കൊടുത്തു. സെലക്ഷൻ കൊടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു മൂല പിടിച്ച് ചെറുതാക്കുകയാണ്. മൂല പിടിച്ച് ചെറുതാക്കിയിട്ട് ഞാൻ ഈ ഫോട്ടോയിൽ ഒന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കോർണർ പിടിച്ച് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെക്കുകയാണ്. ഓക്കെ, ഒന്ന് ചരിച്ചു ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കൂടി ഒന്ന് ചെറുതാക്കി വെച്ചു. ഇത്രയും ഒന്ന് ചെറുതാക്കി വെക്കാം. അതിനുശേഷം മൂവ് ടൂൾ എടുത്ത് പുറത്തു നിന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത്രയും സെലക്ഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയാണ് സെലക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സെലക്ഷൻ പോകും. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലാഗ് കൊണ്ടുവരണം. DYFI ഫ്ലാഗ് കൊണ്ടുവരണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തൊരു PNG ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അതിനെ ചെറുതാക്കാം. ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു മൂല പിടിച്ച് ചെറുതാക്കുമ്പോഴത്തേക്ക് ഒരുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് മാറാതെ ചെറുതായി വരും. അല്ലാതെ നമ്മൾ ചെറുതാക്കി വലുതാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഓക്കെ, അതിനെ ഒന്ന് ചരിച്ചൊന്ന് വയ്ക്കുകയാണ്. ആ ഫ്ലാഗിനെ ചരിച്ചൊന്ന് വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇവിടെ ലെയറിൽ നിന്നും അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവച്ചു. ചെഗ്വേരയുടെ ഫോട്ടോയുടെ പിറകിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ചെഗ്വേരയുടെ ഫോട്ടോ അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. DYFI ഫ്ലാഗ് ഇവിടെ കൊണ്ടുവച്ചു. അതിനെ കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഞാൻ ചരിച്ച് വയ്ക്കുകയാണ്. ഓക്കെ, ചരിച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം മാർക്കറ്റ് ടൂൾ, റെക്റ്റാങ്കിൾ മാർക്കറ്റ് ടൂൾ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ബോക്സ് വരച്ചു. അപ്പോൾ നമ്മൾ പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് അവിടെ ഒരു വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളർ. ഇനി നമുക്കിതിന് ലെറ്ററിനൊക്കെ കളർ കൊടുക്കണം. കളർ കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ ഈ ഒരു സമ്മേളനം എന്നുള്ളത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 26 വേണ്ട, ഈ സമ്മേളനം എന്നുള്ളൊരു സാധനം സെലക്ട് ചെയ്തു. ആ ഒരു ലെറ്ററിനെ സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. അല്ലെങ്കിൽ കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിനുശേഷം കൺട്രോൾ എ കൊടുത്ത് കൺട്രോൾ എ കൊടുത്ത് സെലക്ഷൻ ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഇവിടെ നിന്ന് ക്യാരക്ടർ മാപ്പ് എടുത്ത് അവിടെ ഞാൻ ഇമ്പാക്റ്റ് എന്ന ഫോണ്ട് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇമ്പാക്റ്റ് എന്ന ഫോണ്ട് തന്നെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ DYFI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. DYFI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കൺട്രോൾ എ കൊടുത്തു. ഇപ്പോൾ ലെറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് -40 ആണ് കിടക്കുന്നത്. അത് നമുക്ക് 0 ആക്കി കൊടുക്കാം. ഓക്കെ, 0 ആക്കി കൊടുത്തു. എൻ്റർ കൊടുത്തു. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം മൂവ് ടൂൾ എടുത്ത് അതിനെ കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ്. മൂവ് ടൂൾ എടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം F7 എടുത്ത് ലെയർ എടുക്കാം. ലെയർ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് DYFI എന്നുള്ള സാധനം അതിനെ ഡ്രാഗ് ചെയ്ത് വലിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുള്ളതിന് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കാം. വച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്തുകൊണ്ട് അതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കുകയാണ്. വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം
ഇവിടെ ലെയറിൽ നോർമൽ എന്നുള്ളത് മാറ്റി ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു DYFI എന്നുള്ള ലെറ്റർ ജസ്റ്റ് ഒന്ന് മങ്ങി നിൽക്കുന്നൊരു ഫീല് കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് ഓപ്പാസിറ്റിയിൽ അല്പം കൂടി ഞാൻ ഓപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഒരു 50 കൊടുക്കാം. ഓക്കെ, 50 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഈ പുളിമാത്ത് സമ്മേളനം എന്നുള്ളതിന് നമുക്ക് കളർ കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കാനായിട്ട് ഞാൻ അതിനെ സമ്മേളനം എന്നുള്ളത് സെലക്ട് ചെയ്തു. സമ്മേളനം എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ FXൽ നിന്നും ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഗ്രേഡിയൻ്റ് ഓവർലേ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 3 കളറാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇവിടെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം ഇന്നർ ഗ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇന്നർ ഗ്ലോ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ കളറ് യെല്ലോ കൊടുക്കുന്നുണ്ട്. ഓവർലേ ആണ് ഇവിടെ ബ്ലെൻഡിങ് മോഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്ലെൻഡിങ് മോഡ് ഓവർലേ കൊടുത്തു. ഓപ്പോസിറ്റ് 100 കൊടുത്തിട്ടുണ്ട്. 100 കൊടുത്തതിന് ശേഷം ഞാനിവിടെ അതിനകത്ത് നോയ്സ് എന്നൊരു എഫക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നോയ്സ് എന്നൊരു എഫക്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചോക്ക് 10 സൈസ് 14 കൊടുത്തേക്കുന്നത്. ഓക്കെ കൊടുക്കണം. അപ്പോൾ നോയ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു എഫക്റ്റ് കൂടി ആ ലെറ്ററിനകത്ത് കിട്ടും. ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് പുളിമാത്ത് എന്നുള്ളതിനും കൊടുക്കണം. അപ്പോൾ നമ്മൾ പുളിമാത്ത് എന്നൊരു ലെയർ സെലക്ട് ചെയ്തു. വീണ്ടും FXൽ പോയി ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുക്കണം. ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുത്തതിന് ശേഷം ഇന്നർ ഗ്ലോ എന്ന എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ നമ്മളിപ്പോൾ സമ്മേളനം എന്നൊരു ലെറ്ററിന് ഈ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സമ്മേളനം എന്നുള്ളതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഇതേ ഒരു എഫക്റ്റും കളറും കാര്യങ്ങളെല്ലാം പുളിമാത്ത് എന്നുള്ളതിന് തന്നെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ലെയറിൽ ആ ഒരു സമ്മേളനം എന്നുള്ള സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് കോപ്പി ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നമ്മളത് കോപ്പി ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ പുളിമാത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പുളിമാത്ത് എന്ന ലെറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ കൊണ്ടുവച്ച് ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സമ്മേളനം എന്നുള്ളതിന് കൊടുത്ത അതേ ലെയർ സ്റ്റൈൽ തന്നെ പുളിമാത്ത് എന്നുള്ളതിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു അതേ കളർ എഫക്റ്റ് തന്നെ കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇനി ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു എംബോസ് ഷാഡോ ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സമ്മേളനം എന്നുള്ളതിൻ്റെ അതിന് എന്താ ചെയ്യുക, നമുക്കൊരു കോപ്പി എടുക്കാം. Ctrl+J കൊടുത്ത് ഞാനൊരു കോപ്പി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മളെടുത്ത കോപ്പി അതിൻ്റെ തൊട്ട് പുറകിലത്തെ ലെയറായിട്ട് വലിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എഫക്റ്റ് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം അതിന് തൊട്ട് പുറകിലുള്ള ബ്ലാക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആ ലെയറിനെ നമുക്ക് ഒന്ന് മുകളിലേക്കും ഒരു സൈഡിലേക്കും ഒന്ന് ചരിച്ച് വയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മളൊന്ന് മുകളിലേക്കും ഒന്ന് സൈഡിലേക്കും ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. ചരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും FXൽ നിന്നും ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ എഫക്റ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുകയാണ്. ആ എഫക്റ്റ് വീണ്ടും ഒന്ന് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തതിന് ശേഷം ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ളതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കാം. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ ഷെയ്ഡ് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് റെഡും കൊടുക്കുന്നുണ്ട്, ഒരു സൈഡ് ഒരു റെഡിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റെഡ് കൊടുത്തിട്ടുള്ള സ്ഥാനത്ത് ആ റെഡ് ഒരല്പം കൂടി ഒന്ന് ഡാർക്ക് കളർ കൊടുക്കാം. ഓക്കെ, കുറച്ച് ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ശരി, കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിന് തന്നെ നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് കൂടെ കൊടുക്കാം. അതേ ലെയറിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് കൂടെ കൊടുക്കുകയാണ്. അത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഒന്ന് വലിച്ചിട്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറ് കൊടുക്കാം. ഡാർക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലോബൽ ലൈറ്റ് താഴേക്ക് വലിച്ചിട്ട് ഗ്ലോബൽ ലൈറ്റ് താഴേക്ക് കൊടുത്തതിന് ശേഷം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ആ സമ്മേളനം എന്നുള്ളതിന് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ പുളിമാത്ത് എന്നുള്ളതിനും Ctrl+J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ ലെയർ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറാക്കി ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ആ ഒരു ലെയറിനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം
നമ്മളിപ്പോൾ ഇവിടെ ഈ സമ്മേളനത്തിന് ഒരു കോപ്പി എടുത്തിട്ട് നമ്മളൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ എഫക്റ്റാണ് നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമ്മേളനം എന്നുള്ളതിൻ്റെ നമ്മൾ കോപ്പി എടുത്തിട്ടുള്ള ഫയലിനെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഈ പുളിമാത്ത് എന്നുള്ളതിൻ്റെ കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ആ ലെയറിൽ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ അതേ എഫക്റ്റ് അതിനും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുളിമാത്ത് എന്നുള്ളതിൻ്റെ ആ ഒരു 2 ലെയറും സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ലെയർ ഇപ്പോൾ സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 ലെയർ ഒരുമിച്ച് സെലക്ഷൻ വന്നിട്ടുണ്ട്. സമ്മേളനം എന്നുള്ളതിൻ്റെ 2 ലെയറും സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സമ്മേളനം എന്നുള്ളതിൻ്റെ 2 ലെയറും സെലക്ട് ചെയ്യുക. ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായി സെലക്ഷൻ വീഴും. സെലക്ഷൻ വീണതിന് ശേഷം കൺട്രോൾ ടി കൊടുത്തുനിന്ന് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ലെഫ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ ബട്ടൺ നമുക്കിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കാം. മുകളിലേക്ക് ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് ആ സമ്മേളനം എന്നുള്ള ലെറ്റർ ഒന്ന് ചരിഞ്ഞു വരുന്നതാണ്. ഓക്കെ, ചരിഞ്ഞു വന്നിട്ടുണ്ട്. ചരിഞ്ഞു വന്നതിന് ശേഷം അതിനെ ഒന്നുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം. ഓക്കെ, ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് യൂണിറ്റ് എന്നുള്ളത് ആ ഒരു ബോക്സും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ യൂണിറ്റ് എന്നുള്ള ഇവിടെ ലെയറിൽ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിലെ ലെയറും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ഷൻ വരും. കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം ട്രാൻസ്ഫോം ചെയ്ത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് കൊടുക്കാം. ഓക്കെ, സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഈ ചെഗ്വേരയുടെ ഫോട്ടോ നമ്മൾ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം. ഓക്കെ, അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു. DYFIയുടെ ഫ്ലാഗ് അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു. DYFI എന്നുള്ള എഴുത്ത് പുറകിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലപ്പേര് നമുക്ക് കളർ മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കിടക്കുന്നതുകൊണ്ട് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് വൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഡിസംബർ എന്നുള്ളതിനും കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കാം. ഞായറും ഈ സമയം എന്നുള്ളതിനും അതുപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കാം. 26 എന്നുള്ള ലെയർ സെലക്ഷൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ F6 അടിച്ച് അതല്ലെങ്കിൽ വിൻഡോസിൽ നിന്ന് കളർ എടുത്ത് അതിലെ കളർ സ്വാച്ചസിൽ നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഈ പുളിമാത്ത് എന്നുള്ളത് ഈ ഒരു ലെറ്ററിന്റെ ഈ ഒരു സമ്മേളനം എന്നുള്ളതിന്റെ അടിയിലത്തെ ലെയർ ആയതുകൊണ്ടാണ് അതൊന്ന് മങ്ങി കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ F7 എടുത്ത് ലെയർ എടുത്തതിന് ശേഷം പുളിമാത്ത് എന്നുള്ള ലെയർ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ഷൻ ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് വലിച്ച് സമ്മേളനം എന്നുള്ളതിന് മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, മുകളിലേക്ക് കൊണ്ടുവച്ചു. ഡേറ്റ് കുറച്ചുകൂടി നമ്മൾ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അത്രയും മുകളിലേക്ക് കയറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ജസ്റ്റ് ഒരു കളർ കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കളർ എടുക്കുകയാണ്. കളർ പിക്കർ എടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ സെലക്ഷൻ ചെയ്തു. അത് കുറച്ച് ഡാർക്ക് കളറായിട്ട് എടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം പുതിയ ലെയർ എടുക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുക്കാം. ഇവിടെ നിന്ന് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിന്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കളർ കൂടി ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ആ ലെറ്റർ കുറച്ചുകൂടി ഒന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ ഒരു ഫോട്ടോ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കളർ കൂട്ടിയിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ നിന്നും ക്യാമറ റാ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്യാമറ റാ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് വൈബ്രൻസ് ഒരു അല്പം കൂട്ടി കൊടുത്ത് സാച്ചുറേഷനും അല്പം കൂട്ടിയതിനു ശേഷം ഡിഹേസ് എന്നുള്ളത് ഒരല്പം കൂടി കൂട്ടി കൊടുത്ത് അതുപോലെ തന്നെ കോൺട്രാസ്റ്റും കൂട്ടി എക്സ്പോഷർ നമുക്ക് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം ഇവിടെ വിനേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അല്പം ഒന്ന് കുറച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി സൈഡ് ബോർഡറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കിൽ അല്പം കൂടി ഒന്ന് ഡെപ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ലൈറ്റ് ഫ്ലെയർ കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ഫ്ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം
കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി വെക്കാം. കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലെയറിൽ ഡ്രാഗ് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവയ്ക്കണം. ഓക്കെ, കൊണ്ടുവച്ചതിന് ശേഷം ഇറേസർ ടൂൾ എടുത്ത് ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ബ്ലാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറേസ് കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു കോർണർ മാത്രം ഒന്ന്, ഈ സൈഡുകൾ മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഓക്കെ, ഇറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നോർമൽ എന്നുള്ള ബ്ലെൻഡിങ് മോഡ് മാറ്റി നമുക്ക് സ്ക്രീൻ എന്നൊരു ബ്ലെൻഡിങ് മോഡ് കൊടുക്കാം. ഓക്കെ, സ്ക്രീൻ എന്നൊരു ബ്ലെൻഡിങ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് ആ ചെഗ്വീരയുടെ ഫോട്ടോയുടെ തൊട്ട് താഴത്തെ ലെയറായിട്ട് വെക്കാം. ചെഗ്വീരയുടെ ഫോട്ടോയുടെ തൊട്ട് താഴത്തെ ലെയറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. ഒരു കോപ്പിയുടെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത കോപ്പിയെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ചെഗ്വീരയുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് വെക്കാം. തൊട്ട് മുകളിലത്തെ ലെയറാക്കി വെച്ചിട്ട് ശേഷം ആ രണ്ട് ലൈറ്റ് ലെയറും കൂടി ഒന്നിച്ച് സെലക്ഷൻ ചെയ്യണം. ഒന്നിച്ച് സെലക്ഷൻ ചെയ്യാനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ലെയറിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അല്പം കൂടി ഇങ്ങോട്ടൊന്ന് നീക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതിനുശേഷം ചെഗ്വീരയുടെ ഫോട്ടോ നമുക്ക് ഒന്ന് മാസ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം മാസ്ക് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നും മാസ്ക് ഓപ്ഷൻ കൊടുക്കാം. മാസ്ക് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കിയതിന് ശേഷം ബ്ലാക്ക് കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് ആക്കിയതിന് ശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും ഭാഗം നമുക്ക് മാസ്ക് ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ മാസ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു സ്പ്ലാഷ്, ഒരു ബ്ലാക്ക് കളർ സ്പ്ലാഷ് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ, ആ ഒരു ഇമേജിനെ നമുക്ക് വർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് അത് കൊടുക്കണം. ഓക്കെ, ഏറ്റവും പുറകിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കി വെച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലത്തെ ലെയറാക്കി കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് അതിനെ ഒരു കോപ്പിയുടെ എടുക്കാം. ഓക്കെ, അത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കാം. കൺട്രോൾ ജെ കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഇങ്ങോട്ട് കുറച്ച് വലതുവശത്തേക്കും കൂടി നീക്കി വയ്ക്കാം. ഓക്കെ, അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കൊടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലെൻഡിങ് മോഡ് മാറ്റി കൊടുക്കാം. ഓക്കെ, നോർമൽ മാറ്റിയിട്ട് നമുക്ക് ഓവർലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരല്പം കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒപ്പാസിറ്റി നമുക്ക് ഒരല്പം കുറച്ച് കൊടുക്കാം. ഒരു 50 മതിയാകും. ഓക്കെ, അല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇനി നമുക്ക് ഈ താഴത്തെ രണ്ട് പേരുണ്ട്. ഇതിനെ നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ജിനേഷ് കിളിമാനൂർ എന്നുള്ളതിന് നമുക്ക് അതിനു മുമ്പ് ഉദ്ഘാടനം എന്നുള്ളതിന് നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ അത്രമാത്രം സെലക്ട് ചെയ്തതിന് ശേഷം കളറിൽ നിന്ന് ഞാനൊരു ബ്ലൂ കളർ കൊടുക്കുകയാണ് ഉദ്ഘാടനം എന്നുള്ളതിന്. അതിനുശേഷം ജിനേഷ് കിളിമാനൂർ എന്നുള്ളതിന് റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടെ വർക്കിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന കളറുകൾ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എയർ നിയാസ് എന്നുള്ളതിന് റെഡും കലണ്ടർ പ്രകാശനം എന്നുള്ളതിന് ബ്ലൂ കളറും കൊടുക്കാം. ഓക്കെ, എയർ നിയാസിന് റെഡും കൊടുത്തിട്ടുണ്ട്. കലണ്ടർ പ്രകാശനം എന്നുള്ളതിന് നമുക്ക് ബ്ലൂ കളറും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനെ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ നിന്നും ചെറിയൊരു ലൈൻ ഇങ്ങനെ നമുക്ക് വരച്ച് പുതിയ ലെയർ എടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കാം. ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലൈറ്റ് ബ്ലൂ കളർ കൊടുത്ത് അതിനൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്ത് ആ 3 ലെയറും കൂടി, ആ 2 ലെറ്ററും നമ്മളിപ്പോൾ വരച്ച ഒരു ലൈനും കൂടി ഒന്നിച്ച് സെലക്ഷൻ ചെയ്യാം. ഒന്നിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് 3 കൂടി കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ 3-ൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് 3 നമുക്ക് ഒരുമിച്ച് സെലക്ഷൻ കിട്ടും. എന്നിട്ട് അത് നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. കീബോർഡിൽ ആ മുകളിലേക്കുള്ള ആരോ പ്രസ് ചെയ്തുകൊണ്ട് അത് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ഒരു വൈറ്റ് ബോക്സ് അതിന് കൺട്രോൾ ടി കൊടുത്ത് ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് ഒന്ന് വലിച്ചു വയ്ക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് വലിപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് പുതുതായിട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ഡിസൈൻ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഡിസൈനർമാരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വർക്കുകളെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവരോട് പറയണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.